പെൺകുട്ടികളിൽ ചിരട്ട തേയ്മാനം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ പ്രിൻസ് ഷാനവാസ് ഖാൻ, സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ്, അപ്പോളോ അത്ലറ്റിക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഹായ് ഡോക്ടർ, വെൽക്കം. നമസ്കാരം. മാഡം പറഞ്ഞ ചോദ്യം കറക്റ്റാണ്. പെൺകുട്ടികളിലാണ് കൂടുതൽ ചിരട്ടയുടെ തേയ്മാനവും ചിരട്ടയുടെ പ്രശ്നങ്ങളും കൂടുതലുള്ളത് പെൺകുട്ടികളിലാണ്. അപ്പോൾ ചിരട്ടയ്ക്ക് നമ്മൾ പറയുന്ന വാക്ക് പറ്റല എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ പറ്റലയുടെ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സബ്ലക്സ് തെന്നിപ്പോകുന്നതും കൂടുതൽ പെൺകുട്ടികളിലാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളിൽ നമ്മുടെ അരയുടെ വീതി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മുട്ടിനകത്തുള്ള വളവ്, പുറത്തോട്ടുള്ള വളവ്, അതിന് വാൽഗസ് നീ എന്നാണ് പറയുന്നത്. അപ്പോൾ വാൽഗസ് ആംഗിൾ കുറച്ച് കൂടുതലാണ്. അതായത് പുറത്തോട്ടുള്ള വളവ് പെൺകുട്ടികളിൽ ആൺകുട്ടികളെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് വളവുള്ളത് കാരണം ഇതാണ് നമ്മുടെ ഒരു നീയുടെ മോഡൽ. അപ്പോൾ പെൺകുട്ടികളിൽ എപ്പോഴും കുറച്ച് പുറത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം ഇതാണ് ചിരട്ട എന്ന് പറയുന്നത്, പറ്റില്ല. അപ്പോൾ നോർമലി ഇത് നോർമലായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതാണ്. അനങ്ങുമ്പോഴത്തേക്കും മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യുമ്പോൾ നോർമലായിട്ട് ഇതിനകത്ത് ഈ ട്രോക്കിലേക്കകത്തോട്ട് ട്രാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ പുറത്തോട്ടിരിക്കുന്ന കാരണം എപ്പോഴും ഇതിനകത്തുള്ള സ്ട്രെയിൻ, പുറത്തോട്ടുള്ള വലിവ് കൂടുതലായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് തേയ്മാനം വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ പെൺകുട്ടികളിൽ എസ്പെഷ്യലി 15-നും 17-നും ഇടയ്ക്കാണ് കാണുന്നത് ചിരട്ട തെറ്റിപ്പോകുന്നത്. അപ്പോൾ അതിന് പാറ്റല ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രാവശ്യം തെറ്റിപ്പോകുമ്പോഴത്തേക്കും നീക്കത്തോടെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി ഈ സമയത്തായിരിക്കും സ്പോർട്സിനൊക്കെ പോകുന്നത്, ഈ സമയത്തായിരിക്കും ഡാൻസിനൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോർട്ടിങ് ഇവൻറ്റ്സ്, ഡാൻസ് ആക്ടിവിറ്റീസിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം എപ്പോഴും ഒരു ഫിയർ കാണും, ചിരട്ട തെറ്റിപ്പോവോ ചാടിപ്പോവോ എന്നുള്ള ഫിയർ കാരണം. അപ്പോൾ ഫസ്റ്റ് ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ക്രേപ്പ് ബാൻഡേജ്, ഐസ് പാക്സൊക്കെ കൊണ്ട് ട്രീറ്റ് ചെയ്യും. വീണ്ടും വരുവാണെങ്കിൽ ഒരു MRI സ്കാൻ എടുത്ത് നോക്കും. കാരണം ഇതിനെ സ്റ്റേബിളാക്കി നിർത്തുന്ന ഒരു ലിഗമെൻ്റാണ്, MPFL എന്ന് പറഞ്ഞ ലിഗമെൻ്റ്. ആ ലിഗമെൻ്റ് പൊട്ടിപ്പോകുമ്പോഴാണ് ഇത് പുറത്തോട്ട് പോകുന്നത്. ഇതൊരു ചെക്രീൻ കണക്കാണ് ഈ ലിഗമെൻ്റ് വിട്ടുള്ളത്. അപ്പോൾ ഈ മിഡിൽ സൈഡിൽ, അകത്തെ സൈഡിലുള്ള ലിഗമെൻ്റ് പൊട്ടിപ്പോകുമ്പോഴാണ് ചിരട്ട പുറകോട്ട് തള്ളിപ്പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം പുറത്തോട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ കാലിനെ അപേക്ഷിച്ചിട്ട് നേരെ ഇരിക്കുന്നതിന് പകരം കുറച്ച് പുറത്തോട്ട് ആംഗിൾ, വാൽഗസ് ആംഗിൾ എന്നാണ് പറയുന്നത്, പുറത്തോട്ടായിരിക്കുന്നത്. കാരണം പെൺകുട്ടികൾക്ക് ഗർഭധാരണം ഉള്ളത് കാരണം ഇടുപ്പിൻ്റെ വണ്ണം കൂടുതലാണ്. അതിനായിട്ട് കോമ്പൻസേഷൻ ആയിട്ടാണ് ഈ പുറത്തോട്ടുള്ള വളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചിരട്ട വലിവ് പുറത്തോട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ പുള്ള് കൂടുതൽ, വെക്ടർ എന്നാണ് പറയുന്നത്, അതിൻ്റെ പുറത്തോട്ടുള്ള വെക്ടർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിഗമെൻ്റ് പൊട്ടിപ്പോകാനും MPFL പൊട്ടിപ്പോകാനും ചിരട്ട മാൽട്രാക്കിങ്, തെറ്റായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ചാൻസ് പെൺകുട്ടികളിൽ കൂടുതലാണ്. യൂഷ്വലി അത് ഫസ്റ്റ് ഡിസ്ലൊക്കേഷൻ കണ്ടുവരുന്നത് 15 to 17 ഇയേഴ്സിലാണ്. ഇപ്പോൾ റെക്കറൻ്റായിട്ട് വരുവാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. പണ്ട് തുറന്നുള്ള സർജറി ആയിരുന്നു, ഇപ്പോൾ അത് കീ ഹോൾ വഴി ചെയ്യാൻ പറ്റും.